ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ജീസൂസ് ലോഗ് ബുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫെമിനിൻ ഹൈജീനെ കുറിച്ചിട്ടാണ്. സ്ത്രീ ശുചിത്വം ഓൾമോസ്റ്റ് നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള കാര്യമായിരിക്കും, കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാലും ടീനേജേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആൾക്കാരുണ്ടാവും. ടീനേജേഴ്സ് അല്ലാത്തവർക്കും ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് കാര്യമായിട്ട് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, അറിയാവുന്നവരും കണ്ടോളൂ. അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫെമിനിൻ ഹൈജീൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ടോപ്പ് ടു ബോട്ടം ഉള്ള ഹൈജീനാണ്. ഇതിപ്പം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, ബോയ്സിനും ചില പോയിന്റ്സ് ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് നമ്മളെ തന്നെ കെയർ ചെയ്യാനും ഒരു സെൽഫ് ലവ് ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ കുറച്ച് പ്രസൻറ്റബിളായിട്ട് കാണിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ഹൈജീൻ റുട്ടീൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. എൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഫേസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ആവുന്നത് ഞാൻ 8th പഠിക്കുമ്പോഴാണ്. അപ്പം ആ സമയത്തൊന്നും ഞാൻ ഭയങ്കര ബോധേഡ് അല്ലായിരുന്നു. അതിനുശേഷം ഒരു 10th ഒക്കെ എത്തിയ സമയത്താണ് ഞാൻ ഈ ഹൈജീനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത്. അതിനുശേഷമാണ് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നത്, എത്ര ഹൈജീനിക് ആയിട്ടിരിക്കണം എന്നൊക്കെ. അപ്പം ഓൾമോസ്റ്റ് എല്ലാ ഗേൾസും അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് പീരീഡ്സ് ആയതിനു ശേഷമാണ് ഹൈജീൻ്റെ മാറ്റർ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കോൺഷ്യസ് ആവുന്നത്. ഹൈജീനിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ജെനിറ്റൽ ഏരിയാസ് മാത്രമല്ല, നമ്മുടെ ടോപ്പ് ടു ബോട്ടം ഉള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഗേൾസിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ല, അതിൽ ചില പോയിന്റ്സ് മെൻസിനും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ബോയ്സും കാണുക, ഗേൾസും കാണുക. ചില പോയിന്റ്സ് നിങ്ങൾക്ക് തന്നെ ആപ്ലിക്കബിൾ ആണ്. അതുപോലെ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സ്, സിസ്റ്റേഴ്സ്, അമ്മമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പണ്ടൊക്കെയാണ് ഇങ്ങനെ ബോയ്സിൽ നിന്ന് ഈ ഫെമിനിൻ മാറ്റേഴ്സൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നത്. ഇപ്പം എൻ്റെ വീട്ടിലായിരുന്നാൽ പോലും ഇപ്പോഴും എൻ്റെ അമ്മ പറയാറുണ്ട്, ഈ പാഡൊക്കെ ഇങ്ങനെ ബോയ്സിനെ കാണാതെ സൂക്ഷിക്കണം, വീട്ടിലാരും കാണാൻ പാടില്ല, പീരീഡ്സിൻ്റെ കാര്യമൊന്നും ആണുങ്ങളോട് പറയാൻ പാടില്ല എന്നൊക്കെ. പക്ഷെ എനിക്കതിനോട് യോജിപ്പില്ല. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഇതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ബോയ്സിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല, നാച്ചുറലി ഉള്ള കാര്യമാണ്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റേഴ്സിന്, ഗേൾ ഫ്രണ്ട്സിന്, വൈഫ്സിന് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമുക്ക് ഫസ്റ്റ് പോയിന്റിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് നമ്മുടെ ഹെയർ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരുപോലത്തെ ഹെയർ അല്ല, എല്ലാവർക്കും ഒരുപോലത്തെ സ്കാൽപ്പല്ല. ചിലർക്ക് ഈ സീബം പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും, ചിലർക്ക് സീബം പ്രൊഡക്ഷൻ കുറവായിരിക്കും. ഈ സീബം പ്രൊഡക്ഷൻ കൂടുതലുള്ളവരുടെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ അവർ ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഈ സീബം നമ്മുടെ തലയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് അവിടെ ഇരിക്കും. പിന്നെ നമ്മൾ വേർക്കുമ്പോഴത്തേനും എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് ഫംഗൽ ഗ്രോത്തിന് കാരണമാവും. അതാണ് പിന്നീട് ഡാൻഡ്രഫായിട്ട് മാറുന്നത്. അതുപോലെ ഈ സീബം അവിടെ ഇരുന്നിട്ട് ഈ വിയർപ്പുമായിട്ട് കൂടി ചേർന്നിട്ട് ഭയങ്കരമായിട്ട് സ്മെല്ല് ഫോം ചെയ്യും. അപ്പം ഈ ഭയങ്കര സീബം പ്രൊഡക്ഷനുള്ളവർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഷാമ്പു ഉപയോഗിച്ച് ഹെയർ നല്ല രീതിയിൽ വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പം അതിന് മുന്നേ ഹെയർ നല്ല രീതിയിൽ ഓയിൽ വെച്ച് മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുക. അപ്പോൾ ഹെയർ ഭയങ്കര ഡ്രൈ ഔട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് നമ്മുടെ ബോഡി പാർട്ടിൽ ഭയങ്കര കുറച്ച് കോൺഷ്യസ് ആവേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മൂക്ക്, നമ്മുടെ ഇയർ എന്ന് പറയുന്നത്. ഇപ്പം ഈ ചെവിൻ്റെ ഉള്ളിലും മൂക്കിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ മുടികളുണ്ട്. അത് ദൈവം നമുക്ക് തന്നേക്കുന്നത് നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലോട്ട് വരുന്ന ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. അതായത് പൊടിപടലങ്ങൾ, അല്ലാത്ത കുറേ ജേംസ്, അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മുടി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഫോറിൻ പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ ഉള്ളിലോട്ട് പോയിട്ടാണ് ഈ അഴുക്കായിട്ട് മാറുന്നത്. നമ്മളിപ്പം ചെവിൻ്റെ ഉള്ളിൽ ബഡ്സ് വെച്ചെടുക്കുമ്പോഴത്തേന് ഇയർ വാക്സ് വരാറുണ്ടല്ലോ, അതിങ്ങനെ പുറത്തുനിന്ന് വരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് അവിടെ ഇരിക്കുന്നത്. അത് നമ്മുടെ ചെവിൻ്റെ ഉള്ളിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മുടി വന്നേക്കുന്നത്. അപ്പം ഈ ചെവിയും നോസൊക്കെ ക്ലീൻ ചെയ്ത് വെക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു നനഞ്ഞ തുണി കൊണ്ടിട്ട് നമ്മുടെ കാതിൻ്റെ ഉള്ളിലിട്ടിട്ട് നല്ല രീതിക്കൊന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഉള്ളിലോട്ടൊന്നും ഇടരുത്. അതുപോലെ ബഡ്സ് വെച്ച് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ നോർമൽ ഡേയ്സിൽ ബഡ്സ് വെച്ച് ക്ലീൻ ചെയ്യുന്ന ഒഴിവാക്കുക. കുളിച്ചതിന് ശേഷം മാത്രം. കുളിച്ച് കഴിയുമ്പോൾ എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഇവിടുത്തെ ഭാഗമൊക്കെ കുറച്ച് കുതിർന്നിട്ടായിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ ബഡ്സ് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഉള്ളിലോട്ടൊന്നും ഇട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കുളിക്കുമ്പോൾ തന്നെ നമ്മുടെ നോസും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്ന ഓറൽ ഹൈജീൻ ഇപ്പോൾ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും മസ്റ്റായിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓറൽ ഹൈജീൻ. ഈ നമ്മുടെ മൗത്ത് നല്ല രീതിയിൽ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി മറ്റൊരാളുടെ അടുത്ത് സംസാരിക്കുമ്പം അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലർക്ക് നമ്മളോട് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല, കാരണം നമുക്കത് ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ആയാലും. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 നേരം പല്ല് വെക്കുക, പല്ലിൻ്റെ ഇടയിലൊക്കെ നല്ല രീതിക്ക് ക്ലീൻ ആക്കി വെക്കുക. പിന്നെ പ്രത്യേകിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നാക്കുണ്ടല്ലോ, നാക്കിൻ്റെ കളർ നോക്കണം. കളർ നോക്കുമ്പം നമ്മുടെ നാക്കിന്
നോർമലി ഉള്ള ഒരു കളർ എന്ന് വെച്ചാൽ പിങ്ക് കളറാണ്. അപ്പം ചിലരുടെ നാക്ക് നോക്കുമ്പോൾ വൈറ്റ് കളറിലിരിക്കും, യെല്ലോ കളറിലിരിക്കും. അത് അവിടെ ഫോം ചെയ്യുന്ന അഴുക്കാണ്, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ബ്രഷ് ചെയ്യുമ്പം ആ ബ്രിസിൽസ് വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ നാക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ടങ് ക്ലീനർ കിട്ടും, ടങ് ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ടങ് ക്ലീനർ യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ആ ബ്രഷ് വെച്ച് തന്നെ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഈ നാക്ക് ക്ലീനാക്കി വെച്ചാൽ തന്നെ പകുതി പ്രശ്നവും മാറും. അതുപോലെ നമ്മുടെ പല്ലും ക്ലീനാക്കി വെക്കുക, ദിവസം 2 നേരം ബ്രഷ് ചെയ്യുക. അപ്പം ഓറൽ ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, മറ്റുള്ളവർക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കണം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വരുമ്പം നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു പാർട്ടാണ് നമ്മുടെ അണ്ടർ ആം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ വജൈനൽ ഏരിയ പോലെ തന്നെ നമ്മുടെ അണ്ടർ ആം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കിയുള്ള ബോഡി പാർട്സിനെ കാട്ടിലും കുറച്ചുകൂടെ പിഗ്മെൻറ്റഡ് ആയിരിക്കും, കുറച്ചുകൂടെ ഡാർക്കർ ആയിരിക്കും. ചിലർക്ക് അത്ര ഭയങ്കര പിഗ്മെൻറ്റേഷനൊന്നും വരത്തില്ല. പക്ഷെ ചിലരുടെ കേസിലാണെങ്കിൽ ഈ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കാരണം, അതുപോലെ ഓവർ മെലാനിൻ പ്രൊഡക്ഷൻ അതൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും അണ്ടർ ആംസ് ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ട് കാണിക്കും. സത്യം പറഞ്ഞാൽ അതിൽ ഇൻസെക്യൂർ ആവേണ്ട, കോൺഫിഡൻറ്റ് ഇല്ലാതിരിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ആ ഒരു ഇൻസെക്യൂരിറ്റി കളയാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ മാർക്കറ്റിൽ നമ്മുടെ അണ്ടർ ആം പിഗ്മെൻറ്റേഷൻ കളയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് വേണേൽ യൂസ് ചെയ്ത് നോക്കാം. പക്ഷേ എല്ലാം ഒന്നും വാരി തേക്കരുത്. നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ കോജിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് അതുപോലത്തെ ഇൻഗ്രീഡിയൻസ് ഉള്ള അണ്ടർ ആം റോൾ ഓൺസ് യൂസ് ചെയ്യുക. ഇത് നമ്മുടെ അണ്ടർ ആം പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അതുപോലെ നമ്മുടെ അണ്ടർ ആംസിൽ സ്മെല്ലുണ്ടാവും. ഈ അണ്ടർ ആമിലുണ്ടാകുന്ന സ്മെല്ലെന്ന് പറയുമ്പോഴത്തേനും എൻ്റെ ദൈവമേ സഹിക്കാൻ പറ്റാത്ത സ്മെല്ലാണ്. നമുക്ക് ചിലരുടെ അടുത്തൊക്കെ പോയി നിൽക്കുമ്പം ഒട്ടും കംഫർട്ടബിൾ അല്ലാതെ നിൽക്കേണ്ടി വരും. എനിക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല, കാരണം അവരെന്ത് കരുതും എന്നുള്ളൊരിത്. ആക്ച്വലി ഞാൻ ഓപ്പണായിട്ട് പറയുന്നതാണ് നല്ലത്, പക്ഷെ നമുക്ക് പലരും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മസ്റ്റായിട്ട് ഒരു ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യും. അണ്ടർ ആം പിഗ്മെൻറ്റേഷൻ മാറ്റാനുള്ളതും അതുപോലെ ഡിയോഡ്രൻറ്റും രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന അണ്ടർ ആം റോൾ ഓൺസ് ഉണ്ട്, നമ്മുടെ മാർക്കറ്റിലുണ്ട്. അതായത് ഈ AHA BHA അതുപോലെ ഗ്ലൈക്കോളിക് ആസിഡ് പിന്നെ കോജിക് ആസിഡ് ഇതുപോലത്തെ ഇൻഗ്രീഡിയൻസും അതുപോലെ സെൻറ്റഡ് ആയിട്ട് വരുന്ന പ്രോഡക്ട്സും കൂടെ രണ്ടും കൂടെ ഉള്ള ഡിയോഡ്രൻസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം അത് വെച്ചിട്ട് എല്ലാ ദിവസവും ജസ്റ്റ് ഒന്ന് റോൾ ഓൺ ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാനും നമുക്ക് നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചില സമയത്ത് ഭയങ്കരമായിട്ട് വിയർക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇതാണ്, അയ്യോ നമ്മുടെ ബോഡിയിൽ നിന്ന് സ്മെല്ല് വരുന്നുണ്ടോ, മറ്റുള്ളവർക്ക് അത് ഫീൽ ആവുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വരുന്ന കാര്യമാണ് നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ഹെയർ എന്ന് പറയുന്നത്. അതും ബോയ്സിനായാലും ഗേൾസിനായാലും വളരെ നോർമലായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ റിമൂവ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. ഷേവ് ചെയ്യാം, വാക്സ് ചെയ്യാം, അതുപോലെ എപ്പിലേറ്റർ വെച്ചിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഹെയർ റിമൂവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ ചെറിയ ചെറിയ ബംസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്, ചൊറിച്ചിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ മോയ്സ്ചറൈസ് ചെയ്യാതിരിക്കുമ്പം എന്താണ് പറ്റുന്നത് വെച്ചാൽ നമുക്ക് ഇറിറ്റേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ചൊറിയുമ്പോൾ എന്ത് പറ്റും, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരും. അതുകൊണ്ട് ഷേവ് ചെയ്താലും വാക്സ് ചെയ്താലും ഏതൊരു രീതിയിൽ ഹെയർ റിമൂവ് ചെയ്താലും ആ ഒരു ഏരിയ നല്ല രീതിയിൽ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കുക. നെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാവോ എന്ന് അറിയത്തില്ല, ഇപ്പം ബോയ്സിൻ്റെ ബോഡി ആയാലും ഗേൾസിൻ്റെ ബോഡി ആയാലും ഏറ്റവും വൃത്തിയില്ലാത്ത ഒരു പാർട്ടാണ് നമ്മുടെ പൊക്കിളെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കുളിക്കുമ്പം പൊക്കിളിൻ്റെ ഏരിയ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം, എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണം. ഇത് വൃത്തിയില്ല എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻറ്റേർണലി ഉള്ള വേസ്റ്റ് അതുപോലെ എക്സ്റ്റേണലി നമ്മൾ വിയർക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാലിന്യങ്ങളെല്ലാം അവിടെ വന്ന് തങ്ങി നിൽക്കും. അതുകൊണ്ട് ആ ഒരു ഏരിയ ഭയങ്കരമായിട്ട് ക്ലീനാക്കി വെക്കുക. നമുക്കത് അറിയാൻ പറ്റത്തില്ല അത് അൺക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളത്. എല്ലാ ദിവസവും ക്ലീൻ ചെയ്തില്ല എങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവിടെ ഈ ഫംഗൽ ഗ്രോത്ത് ഒക്കെ വരാനായിട്ടുള്ള പിന്നെ ബാക്ടീരിയാസ് അതൊക്കെ വന്ന് അടിഞ്ഞു കൂടാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും കുളിക്കുമ്പം പൊക്കിളിൻ്റെ ഏരിയ പ്രത്യേകമായിട്ട് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും എല്ലാ ദിവസവും കുളിക്കുമ്പോൾ ആ ഒരു പൊക്കിളിൻ്റെ ഏരിയ നല്ല രീതിയിൽ ക്ലീൻ ആക്കി കൊടുക്കുക.
പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജെനിറ്റൽ ഏരിയ ഡാർക്കനായിട്ടിരിക്കുക എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മുടെ വജൈനൽ ഏരിയ ആയാലും നമ്മുടെ ബട്ടിൻ്റെ ഏരിയ ആയാലും നമ്മുടെ നോർമലി ഉള്ള ബോഡി പാർട്സിനെക്കാട്ടിൽ ആ ഒരു ഏരിയ കുറച്ച് ഡാർക്കായിരിക്കും. അപ്പോൾ ഞാനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പണ്ടൊക്കെ ഭയങ്കര ഇൻസെക്യൂർ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ആ ഒരു ഏരിയ പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്നതുകൊണ്ടല്ല, എന്നാലും നമ്മൾ നമ്മുടെ ബോഡി കാണുമ്പോഴത്തേനും ആ ഒരു ഏരിയ കുറച്ച് ഡാർക്കറായിട്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും അയ്യോ ആ ഒരു ഏരിയ മാത്രം എന്താ ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ യൂട്യൂബിലിരുന്ന് ഓരോ റെമഡീസ് നോക്കും. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് യൂട്യൂബിൽ നോക്കിയിട്ട് ഞാൻ കുറേ മറ്റേ ബേക്കിംഗ് സോഡ, നാരങ്ങ നീര് അതൊക്കെ എടുത്ത് ആ ഒരു ഏരിയയിലും പിന്നെ ബട്ടിൻ്റെ ഏരിയയിലൊക്കെ തേച്ച് കൊടുക്കും, കുറച്ച് ബ്രൈറ്റ് ആവട്ടെ എന്ന് കരുതിയിട്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ വജൈനൽ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇപ്പം വജൈനൽ ഏരിയ മാത്രമല്ല, ഇപ്പോൾ ബോയ്സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ആ പീനിസിൻ്റെ ഏരിയ ആയാലും കുറച്ച് ഡാർക്കർ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷൻ. നമ്മളൊരു പ്യൂബർട്ടി ആ ഒരു ടൈം ടീനേജിൻ്റെ ടൈമിലൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ ഹോർമോൺ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോഴത്തേനും ചിലരിൽ ഹോർമോൺ പ്രൊഡക്ഷൻ ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ മെലാനിൻ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് നടക്കും. അങ്ങനെയാണ് ആ ഒരു ഏരിയ ഡാർക്കറായിട്ട് മാറുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ നമ്മളെപ്പോഴും കവർ ചെയ്താണല്ലോ വച്ചേക്കുന്നത്. അപ്പോൾ കവർ ചെയ്ത് വെച്ചേക്കുമ്പോഴത്തേനും അവിടെ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും. പിന്നെ നടക്കുമ്പോഴത്തേനും അവിടെ ഫ്രിക്ഷൻ ഉണ്ടാകും. ഇതിങ്ങനെ ഒരഞ്ഞൊരഞ്ഞിരിക്കുമ്പോഴത്തേനും അവിടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഇത് ഡാർക്കറായിട്ടിരിക്കുന്നത്. പറയും അയ്യോ നമ്മുടെ മാത്രമാണല്ലോ ഡാർക്കറായിട്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേനും ഈ ഫിലിം സ്റ്റാർസൊക്കെ ബിക്കിനി ഇട്ടുകൊണ്ടൊക്കെ നടക്കുമ്പോഴത്തേനും അവരുടെ ആ ഒരു ഏരിയ എക്സാക്റ്റ് നമ്മുടെ വേറെ ബോഡി പാർട്ടിൻ്റെ സ്കിൻ ടോൺ എങ്ങനെയാണ് ആ ഒരു സ്കിൻ ടോൺ തന്നെയായിരിക്കും അവരുടെ ആ വജൈനൽ ഏരിയ എന്ന് പറയുമ്പോൾ. സത്യം പറഞ്ഞാൽ അവർ സ്കിൻ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നു. പക്ഷെ നമ്മളെ കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അത് നമ്മുടെ ആ ഒരു സ്കിൻ ടോൺ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ജെനിറ്റൽ ഏരിയ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻറ്റിമേറ്റ് വാഷസ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഈ ചില ഇൻറ്റിമേറ്റ് വാഷസ് നമ്മൾ ഇങ്ങനെ യൂട്യൂബേഴ്സ് തന്നെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്, ആഡ്സിലൊക്കെ വരാറുണ്ട്. നമ്മൾ അതിലെ ഇൻഗ്രീഡിയൻസ് ഒന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ മേടിക്കും, നമ്മുടെ ആ ഒരു ഏരിയ ഭയങ്കരമായിട്ട് സോപ്പിട്ട് തേച്ചൊരച്ച് കഴുകി മിനുക്കി വെക്കും. പക്ഷെ പിന്നെയാണ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് സത്യം പറഞ്ഞാൽ ഈ ഇൻറ്റിമേറ്റ് വാഷസിൻ്റെ ഒരാവശ്യമില്ല. കുറച്ച് ചൂടുവെള്ളം എടുക്കുക, ആ ഏരിയ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കൊടുക്കുക, അത്രയും മാത്രം ചെയ്താൽ മതി. വേറെ ഇൻറ്റിമേറ്റ് വാഷസിൻ്റെ ഒരാവശ്യമില്ല. ഇപ്പം വാം വാട്ടർ വെച്ച് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത്ര തൃപ്തികരമല്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൈൽഡായിട്ടുള്ള സോപ്പ് ഉണ്ടാവും, സെൻറ്റഡ് അല്ലാത്ത സോപ്പ് ഉണ്ടാവും, അത് വെച്ചിട്ട് വാഷ് ചെയ്യാം. ഈ സെൻറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുമ്പോഴത്തേന് എന്താണെന്ന് വെച്ചാൽ അവിടെ ഇറിറ്റേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ അവിടെ ഉള്ള ബാക്ടീരിയാസും ഫംഗസും ഉണ്ട്, നമ്മുടെ വജൈനയിൽ അവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഹെൽത്തി വജൈന പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ബാക്ടീരിയയും ഫംഗസും എന്ന് പറയുന്നത്. അപ്പം ഇത് ചത്തുപോയിട്ട് നമ്മുടെ വജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അൺസെൻറ്റഡ് ആയിട്ടുള്ള മൈൽഡായിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുക. പിന്നെ പീരീഡ്സിൻ്റെ ടൈം ആകുമ്പോഴത്തേനും നമ്മുടെ പാഡ്സ്, ടാമ്പോൺസ് ഒക്കെ പാഡ്സ് യൂസ് ചെയ്യുന്നവരുണ്ടാവും, ടാമ്പോൺസ് യൂസ് ചെയ്യുന്നവരുണ്ടാവും. അതൊക്കെ ഒരു 4 hours to 6 hours കഴിയുമ്പോഴത്തേനും റെഗുലർലി മാറ്റിക്കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻസ്, ഇറിറ്റേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ഏരിയ ഹാൻഡിൽ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കൈ നല്ല രീതിക്ക് വാഷ് ചെയ്യുക. കാരണം നമ്മുടെ കയ്യിൽ എപ്പോഴും അൺക്ലീൻ ആയിരിക്കും, ജേംസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ കൈ വാഷ് ചെയ്തതിന് ശേഷം ആ ഒരു ഏരിയയിൽ പാഡ്സ് യൂസ് ചെയ്യാനായാലും ടാമ്പോൺസ് വെക്കാനായാലും ഇൻ കേസ് നമ്മുടെ ആ ഒരു മെൻസ്ട്രൽ കപ്പ് ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യാനായാലും കൈ നല്ല രീതിക്ക് വാഷ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ജേംസൊക്കെ വജൈനൽ ഏരിയൻ്റെ ഉള്ളിലോട്ട് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾ സെക്ഷലി ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിഞ്ഞതിന് ശേഷം യൂറിൻ പാസ് ചെയ്യുക. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫെക്ഷൻ, ഇപ്പോൾ സെക്ഷൽ ഇൻ്റർകോഴ്സ് കഴിയുമ്പോഴത്തേനും നമ്മുടെ പാർട്ട്ണറിൻ്റെ ഹൈജീനിക്കിനെ കുറിച്ച് നമുക്ക് അത്ര വലിയ ധാരണ ഉണ്ടാവത്തില്ല. അപ്പം യൂറിനേറ്റ് ചെയ്യുക, അത് ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ആ ഒരു ഏരിയ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കൊടുക്കുക. അതുപോലെ വൈറ്റ് ഡിസ്ചാർജ് കൂടുതലായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കോൺട്രസെപ്റ്റീവ്സ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പാർട്ട്ണറിൻ്റെ ഹൈജീനെ കുറിച്ചിട്ട് നമുക്ക് ഭയങ്കര ധാരണ ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ഒരു കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ പാർട്ട്ണറിൻ്റെ ആ ഒരു ഇൻഫെക്റ്റീവ് കേസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളിലോട്ട് ട്രാൻസ്ഫർ ആവുന്നതിൽ നിന്ന് ഈ കോൺട്രാസെപ്റ്റീവ്സ് തടയുന്നതായിരിക്കും. അപ്പം ഈ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുക, ഇൻഫെക്ഷൻ പ്രോൺ ആയിട്ടുള്ള ആൾക്കാർ. പിന്നെ നമ്മൾ ആ ഒരു വജൈനൽ ഏരിയ വാഷ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം ഇതാണ് നമ്മുടെ വജൈന എന്ന് വെച്ചോ,
ഇങ്ങനെ 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 ഭയങ്കര റബ്ബ് ചെയ്ത് ഒരിക്കലും വാഷ് ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് വേണം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ ഏനസുമായിട്ട് കോണ്ടാക്റ്റ് വരാൻ പാടില്ല നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത്. കാരണം നമ്മുടെ ഏനസിലും ഒരുപാട് ജേംസ് ഒക്കെ ഉണ്ട്. അത് നമ്മളപ്പോൾ ഏനസിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ജേംസൊക്കെ നമ്മളെ വജൈനേൻ്റെ ഉള്ളിലോട്ട് ട്രാൻസ്ഫർ ആയി പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ ഒരു മോഷനിൽ വേണം മാത്രം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്തൊന്നും വാഷ് ചെയ്യാതിരിക്കുക, അത് ഇറിറ്റേഷനൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ മാത്രം വാഷ് ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട് ടു ബാക്ക് വാഷ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഈ ബട്ട് ഏരിയ എന്ന് പറയുമ്പോഴത്തേനും എപ്പോഴും ഭയങ്കര മോയ്സ്ചറൈസ്ഡ് ആയിട്ട് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ചെറിയ ചെറിയ ആക്നീസ് വരാനായിട്ടുള്ള ചാൻസ്. കാരണം ആ ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേനും എപ്പോഴും കവറായിട്ടിരിക്കുന്നതാണ്. അതുപോലെ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്ന പോർഷൻ കൂടിയാണ്. അപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അവിടെ നമ്മുടെ ബട്ട് ആക്നി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ അത് കെയർ ചെയ്യുന്നുണ്ട്. ഞാൻ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ബട്ട് ആക്നി കുറഞ്ഞു. അതുപോലെ തന്നെ ബോഡിയിൽ എനിക്ക് ആക്നി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സാലിസിലിക് ആസിഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചേഞ്ച് ഉണ്ട്. ആ ഒരു ഏരിയ എനിക്കിപ്പോൾ വളരെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് നല്ല രീതിക്ക് ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബട്ട് ഏരിയ ആയാലും വജൈനൽ ഏരിയ ആയാലും നല്ല രീതിയിൽ മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കുക. അപ്പം നമ്മുടെ കൺസേൺ അനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം മാരി ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒരു ഇൻസെക്യൂർ ഫീൽ ഉണ്ടാവും. കാരണം ആ ഒരു ഏരിയ ഡാർക്കറാണല്ലോ. സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബോഡീനെ അക്സെപ്റ്റ് ചെയ്യുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. ഇപ്പം ഭയങ്കരമായിട്ട് ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതാണ് വജൈന എങ്കിൽ വജൈന ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള പോർഷൻസിൽ നമുക്ക് പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലൈക്കോളിക് ആസിഡ് ആയിരിക്കും നല്ലത് ആ ഒരു ഏരിയയിലെന്ന് പറയുമ്പോൾ. കോൺസെൻട്രേഷൻ കുറവുള്ളത് യൂസ് ചെയ്ത് കൊടുക്കുക, കാരണം ആ ഒരു ഏരിയ ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. അപ്പം അങ്ങനത്തെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുക. ഭയങ്കര നോർമലായിട്ടുള്ള കാര്യമാണ്, അതിൽ ഒന്നും ചെയ്യാനില്ല. അപ്പം എനിക്ക് ഇത്രയൊക്കെയാണ് ഫെമിനിൻ ഹൈജീനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്നാണ് എൻ്റെ ഒരു കരുതൽ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യൂ പ്ലീസ്. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവുന്നത്. അപ്പം മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ്, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം ഇതുപോലെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ നെക്സ്റ്റ് ടൈം വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.